ഹായ് ഗേസ്, പ്ലീസ് വെൽക്കം ടു കിസാൻ വാണി വ്ളോഗ്. എൻ്റെ കാഷ് ഫ്ലോവും പൂത്തു. അതായത് ഞാനൊരു 9 മാസം മുമ്പ് ഒരു ചെടി വാങ്ങി വെച്ചതാണ്. ഇതിപ്പോൾ ഒരു 2 ആഴ്ചകൾ പൂത്തു തുടങ്ങിയിട്ട്. ഇതൊരു സീസണൽ ഫ്ലവർ അല്ല, എല്ലാ സീസണിലും ഇത് പൂക്കുന്നതാണ്. സാധാരണ ചെറിയ വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് പൂത്ത് കിട്ടും. സാധാരണ പരിചരണത്തിൽ തന്നെ ഇത് വളർന്ന് ധാരാളം പൂക്കളായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടുന്ന ഒരു ചെടി തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെയത് നമുക്ക് പിടിപ്പിച്ചെടുക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ഒരു വള്ളി കട്ട് ചെയ്തെടുക്കാം. ഇത് സാധാരണ ഇതിൻ്റെ വള്ളി കട്ട് ചെയ്യുമ്പം കുറച്ച് മൂത്തമായിരിക്കണം എടുക്കേണ്ടത്. അത് ബ്രൗൺ കളർ വരും. അപ്പം മൂത്ത ഒരു വള്ളി കട്ട് ചെയ്തെടുക്കുക. ഇതിന് ക്യാഷ് ഫ്ലോ എന്ന് പറയാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ അത് അള്ളിപ്പിടിക്കും. നമ്മുടെ കയ്യിലിങ്ങനെ പിടിക്കണം. ഇതുപോലെ ഇത് ഇങ്ങനെ അള്ളിപ്പിടിക്കും. അതായത് മതിലിൻ്റെ സൈഡിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ മതിലിൻ്റെ സൈഡിൽ മതിലേക്കൂടി ഇങ്ങനെ പിടിക്കും, അങ്ങനെ കയറും. അതുകൊണ്ടാണ് ഇതിന് ക്യാഷ് ഫ്ലോ എന്ന് പറയാനായിട്ടുള്ള പ്രധാന കാരണം. അപ്പോൾ നമുക്കിത് അങ്ങനെ പാകുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കുറച്ച് ചാണകപ്പൊടി, കുറച്ച് പൂഴി, പിന്നെ കുറച്ച് തവിച്ചോറ് എല്ലാം കൂടി മിക്സ് ചെയ്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുകയെന്ന് വെച്ചാൽ നമുക്കിത് 2-3 രീതിയിൽ നമുക്കിത് പാകിയെടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു പഴം എടുക്കുക. ചെറിയൊരു പഴം എടുത്തിട്ട് പഴം എടുത്തിട്ട് ആ പഴത്തിൽ ഇങ്ങനെ കുത്തി വയ്ക്കുക. കുത്തി വെച്ചിട്ട് ഇങ്ങനെ പാകി നമുക്ക് കിളിപ്പിക്കാം. ഇതൊരു 10 ദിവസം ആകുമ്പോഴത്തേനും ഇത് ഇങ്ങനെ ഇത് കിളിച്ച് കിട്ടും. പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ പപ്പായയുടെ എടുത്തിട്ട് ഇതിൻ്റെ കറ എടുക്കുക. ഇതിൻ്റെ കറ എടുത്തിട്ട് ഈ കറ ഇങ്ങനെ പിടിപ്പിക്കുക. ഇങ്ങനെ പിടിപ്പിച്ച് ഒരു മിനിറ്റ് ഇതൊന്ന് ഉണങ്ങാൻ അനുവദിക്കുക. ഉണങ്ങിയതിന് ശേഷം ഇങ്ങോട്ട് വെച്ചാലും ഇങ്ങനെ കുഴി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് നമുക്കിത് കിളിർത്ത് കിട്ടും. 2 ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. അതായത് ഇതിന്റെ തണ്ട് മൂത്താൽ മാത്രമേ ഇത് കൂടുതൽ ഫ്ലവറിങ് ഉണ്ടാകത്തുള്ളൂ. സാധാരണ എന്ന് വെച്ചാൽ ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ മാസങ്ങളിലാണ് ഇതിന് ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ ചൂട് കൂടുതലുള്ള സമയമാണ്. ഇതിന്റെ ഇല തന്നെയാണെങ്കിലും നല്ല പച്ച കളറാണ്, ഒരു പ്ലാസ്റ്റിക് മാതിരി ഇരിക്കും. പിന്നെ ഇതിന്റെ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ദിവസമേ നിൽക്കത്തുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ ഇത് ഉണങ്ങിപ്പോകും. ഇതിന്റെ മുട്ടിന് റൂട്ട്സ് ഉണ്ടാകും. പിന്നെ നമുക്ക് ഇതല്ലാണ്ട് തന്നെ നമുക്ക് കിളിപ്പിക്കാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൂട്ടിങ് ഹോർമോണുകളൊക്കെ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങിച്ച് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ വേറെ ഇതുണ്ട്, അലവേര ജെല്ലിൽ മുക്കി വെച്ചാലും അതൊരു റൂട്ടിങ് ഹോർമോണാണ്. അതിൽ മുക്കി വെച്ചാലും നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് രാസവളം ഉപയോഗിക്കാം. ഞാനിവിടെ ചാണകപ്പൊടി പോട്ടി മിക്സ് ആണ് കണ്ടല്ലോ ഉപയോഗിച്ചത്. അതല്ലാതെ നമുക്ക് രാസവളങ്ങളും 18 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ. ഇനിയിപ്പോൾ ഇതിന്റെ ഇലകളിൽ നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ഒരു 5 ഗ്രാം എടുത്ത് ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് പിടിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പടർന്ന് കയറുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ പച്ചക്കറി നെറ്റിൽ ഇങ്ങനെ പടർത്തി കയറ്റാം, മതിലിന്റെ സൈഡിൽ വെച്ച് അങ്ങനെ കയറ്റാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഞാൻ ചെയ്തേക്കണം അതിലുള്ള ഇതുപോലുള്ള ഇങ്ങനെയുള്ള നെറ്റ് അതുപോലുള്ള ഗ്രില്ലടിച്ചും ഒക്കെ ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോളാമ്പി ചെടിയുടെ മാതിരി പൂവിനേക്കാളും കുറച്ചുകൂടി കളറുള്ള പൂവാണ്, കുറച്ചുകൂടി വലുതായിരിക്കും. പക്ഷെ കുറച്ച് നൈസായിരിക്കും. കോളാമ്പി പൂവെന്ന് പറയുമ്പോൾ കുറച്ച് കനമുള്ളതാണ്. പിന്നെ പലരും പറയാറുണ്ട് ഇതിനൊക്കെ പച്ച കളർ കൂടുതലുള്ള കാരണം ഇങ്ങനെ നല്ല തടിപ്പുള്ളത് കാരണം ഇതിനകത്ത് പാമ്പുകളൊക്കെ കയറിയിരിക്കുന്നു. പക്ഷെ ഇതിനകത്ത് പാമ്പുകൾ ഒരിക്കലും ഇതിനകത്ത് കയറിയിരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാരണം വെച്ചാൽ ഇതിനകത്ത് ഈ പൂച്ചയുടെ മാതിരിയുള്ള നഖം ഇതുണ്ടല്ലോ, അതിങ്ങനെ അതുള്ളത് കാരണം ഒരു കാരണവശാലും ഇതിനകത്ത് പാമ്പ് കയറില്ല. ഇത് കണ്ടത് എൻ്റെ ശരീരത്തിലൂടെ കണ്ടത് അള്ളിപ്പിടിച്ച് മേലോട്ട് കയറുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് മതിലിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മതിലിങ്ങനെ അള്ളിപ്പിടിച്ച് മേലോട്ട് കയറും. ധാരാളം പൂക്കളുണ്ടാകും. സീസണൽ പൂവൊന്നുമല്ല, എപ്പോഴും പൂവുണ്ടാകും. അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ കിട്ടിയാൽ ഇത് നന്നായിട്ട് വളരും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും